Yes, thank you all. നല്ലൊരു കൈയ്യടി നമുക്ക് ഒരുക്കി കൊടുക്കാം. അടുത്തതായി ആദ്യമേ തന്നെ നമ്മുടെ വാക്കത്തോണിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ കസേരകളിലേക്ക് കടന്നിരിക്കുക. ഉടൻ തന്നെ ഔദ്യോഗിക സമാപന സമ്മേളനം ആരംഭിക്കുന്നതാണ്. അതിന് മുന്നോടിയായി പേരാമ്പ്രയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സംഗീത നൃത്തശില്പമാണ്. അതിനായിട്ട് അവരെല്ലാ കലാകാരന്മാരെയും ഏറ്റവും സ്നേഹത്തോടു കൂടി നിമിഷം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കൈയ്യടി നമുക്ക് അവർക്ക് കൊടുക്കാം. അവിടെ കൂട്ടം കൂടി നിൽക്കുന്ന എല്ലാവരും കസേരകളിലേക്ക് കടന്നിരിക്കാനായിട്ട് ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു ബാഗ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ആണെങ്കിൽ ഉടൻ തന്നെ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യാം. ഒരു ബാഗ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. യെസ്, കേരള സർക്കാർ കായിക മന്ത്രാലയം നിങ്ങളെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. കളിക്കാം, കരുത്ത് നേടാം. അതെ, ലഹരി കളിയാവട്ടെ. ഈ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള സർക്കാർ കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശയാത്രയാണിത്. ലഹരിമുക്തമായ ഒരു നല്ല നാടിനു വേണ്ടി നമുക്ക് കൈകോർക്കാം, നമുക്ക് മുന്നേറാം. കേരള സർക്കാർ കായിക വകുപ്പിനു വേണ്ടി മലയാളം തിയേറ്ററിക്കൽ ഹെറിറ്റേജ് ആൻഡ് ആർട്സ് മാതാ പേരാമ്പ്ര അവതരിപ്പിക്കുന്ന അകം തൊടുന്ന ദൃശ്യശില്പം ജ്യോതിർഗമയ. ലഹരിഹര കേരളം, സൗന്ദര്യ ലഹരിഭര കേരളം,
ലഹരി ഹര കേരളം ആനന്ദ ലഹരി ഭര 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 കേരളം. ജ്യോതിർഗമയ, സുബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നാടിനെ സുബോധത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം. വളരുന്ന കുഞ്ഞു മനസ്സുകൾക്ക് നേർവഴി വെട്ടി ദിശാബോധം നൽകിയേ പറ്റൂ. അതെ, ദൈവത്തിൻ്റെ ഈ സ്വന്തം നാടിനെ ലഹരി കൈയടക്കിക്കൂടാ. അകം തൊട്ടുണർത്തുന്ന കാഴ്ചകളുമായി നിങ്ങളെ ക്ഷണിക്കുന്നു മലയാളം തിയേറ്ററിക്കൽ ഹെറിറ്റേജ് ആൻഡ് ആർട്സ്, മാതാ പേരാമ്പ്ര, ജ്യോതിർഗമയ. കാലം കാളവണ്ടി കീറുന്നു, വണ്ടി കീറുന്നു, കാളവണ്ടി കീറുന്നു. ലഹരി കുംഭം നിറച്ചൊരു ശിഷ്ടയാത്രയിൽ വണ്ടി കീറുന്നു, കാളവണ്ടി കീറുന്നു, കാളവണ്ടി കീറുന്നു. കാലം കാളവണ്ടി കീറുന്നു, വണ്ടി കീറുന്നു. വേഗം താണ്ടിയൊടുവിരിവിടെ വണ്ടി കീറുന്നു, കാളവണ്ടി കീറുന്നു, കാളവണ്ടി കീറുന്നു. അന്നും പതിവ് പോൽ സൂര്യനുണർന്നിട്ടും കൂരയുണർന്നീല നാട്ടിൽ, കൊച്ചു കൂരയുണർന്നീല നാട്ടിൽ. എന്നും പ്രഭാതം വിളിച്ചുണർത്തിയിടുന്ന പൂങ്കോഴി കൂവുന്നു വീണ്ടും, കൊച്ചു പൂങ്കോഴി കൂവുന്നു വീണ്ടും. എന്തേയുണർന്നീല നിങ്ങൾ, ഇന്നും എന്തേയുണർന്നീല നിങ്ങൾ. രാവിനുലയിൽ കനലിലുറങ്ങി ഉരുകി ഒരു പിടിച്ചാരമായോ നിങ്ങൾ, ഉരുകി ഒരു പിടിച്ചാരമായോ. രണ്ടു നിഴൽ ചുമർ ചിത്രങ്ങളാണെന്റെ അമ്മയ്ക്കു ഞങ്ങളെന്നും. രാവിലച്ഛൻ വരുന്ന സമയം വരെ അന്തിറാന്തൽ തിരിക്കു മുന്നിൽ കാത്തിരിക്കാനായി കരുതി വെക്കാറില്ല മധുരങ്ങളൊന്നും അച്ഛൻ. വാർന്ന കണ്ണീരിനു പൂന്നുകർന്നു മരവിച്ച ചുണ്ടുകൾ മാത്രമെന്നും, വാർന്ന കണ്ണീരിനു പൂന്നുകർന്നു മരവിച്ച ചുണ്ടുകൾ മാത്രമെന്നും. കഥ കേട്ടുറങ്ങുവാൻ മുത്തശ്ശിയില്ലെന്റെ
കമ്പളം നീക്കി നിന്നു. ഇങ്ങനെ എത്ര ഇരുളിൻ മറ പറ്റി ഇരുമുഖം നോക്കി നിന്നു. ഒരു നല്ല നാടിന്റെ സുഖമോർത്തുരാവിന്റെ കമ്പളം നീക്കി നിന്നു. ചോറൂണിലും ശുഭമംഗള മാംഗല്യമോഹന വേളയിലും ഉപനയനം നീണ്ടു നീളുന്ന ജീവന്റെ ശവരാഗവേളയിലും കരിവേഷമാടി തിമർത്തെത്തി അരിയിട്ടു വാഴ്ത്തി അകത്തിരുത്തി. നമ്മളൊരു നല്ല നാടിന്റെ ലക്ഷ്മിയെ പടിയടച്ചെവിടെയോ കുടിയിരുത്തി. പെങ്ങളെ കവർന്ന നിന്ന് ഏതിരുളാണെന്റെ പെങ്ങളെ നിങ്ങൾ തൻ ജീവൻ കവർന്നതിന്ന്. ഏതിരുളാണെന്റെ പെങ്ങളെ നിങ്ങൾ തൻ മാനം കവർന്നതിന്ന്. ഏതിരുളാണെന്റെ പെങ്ങളെ നിങ്ങൾ തൻ ജീവൻ കവർന്നതിന്ന്. ഏതുരാവാണെന്റെ അമ്മയെ വൈഭവ്യ ശുക്രമണിയിച്ചത്. ഏതന്ധകാരമാണിന്നെന്റെ പൈതൽ അനാഥനെന്നോടിയത്. ഏതുരാവാണെന്റെ അമ്മയെ വൈഭവ്യ
നടപടി കാട്ടുന്ന ദീപമായി നമുക്ക് മാറാം. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വത്വബോധവും സുബോധവും നമുക്ക് വീണ്ടെടുക്കാം. അരോഗദൃഢഗാത്രരും കായികക്ഷമതയുമുള്ള ഒരു പുതിയ തലമുറ വളർന്നു വരട്ടെ. കളിയും കളിക്കളവും നെഞ്ചിൽ ലഹരിയായി ചേർത്ത് വെക്കുന്ന യുവശക്തി ഉണരട്ടെ. അങ്ങനെ ഉജ്ജ്വലമായൊരു കേരളം ജനിക്കട്ടെ. നന്ദി, നമസ്കാരം. നല്ലൊരു കൈയടി നമുക്ക് ഈ പേരാമ്പ്രയിലെ കലാകാരന്മാർക്ക് നൽകാം. നമ്മുടെ ഔദ്യോഗിക സമാപന സമ്മേളനം ആരംഭിക്കുന്നതിന് മുന്നോടിയായി ചില വിശിഷ്ട വ്യക്തികളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. Kerala State Sports Council President U. Sharafali Sir, Kerala State Sports Council Vice President M.R. Ranjit Sir, Kerala State Sports Council Standing Committee Members, World Boxing Champion Srimati K.C. Lekha Ma'am, Advocate Renju Suresh Ma'am, Sri J.S. Gopan Sir, Sri A. Srikumar Sir. ബഹുമാനപ്പെട്ട ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ എക്സ് ANS സർ, ഈ വിശിഷ്ട വ്യക്തികൾ വേദിയിലേക്ക് കടന്നു വരാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. CPIM ജില്ലാ സെക്രട്ടറി ശ്രീ S. സുദേവൻ സർ, ബഹുമാന്യരെ, ഈ പൊതുസമ്മേളനത്തിന്റെ അധ്യക്ഷയായി നമ്മൾ നേരത്തെ നിശ്ചയിച്ചിരുന്നത് പ്രിയങ്കരിയായിട്ടുള്ള ക്ഷീരവികസന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ. ചിഞ്ചുറാണിയാണ്. മന്ത്രിക്ക് അടിയന്തര ക്യാബിനറ്റ് യോഗമുള്ളതിനാലാണ് രണ്ട് മന്ത്രിമാരും, കായിക വകുപ്പ് മന്ത്രിയും ഏത് സമയം എത്താം. ഇപ്പൊ അധ്യക്ഷയായി സംഘാടക സമിതിയുടെ ചെയർപേഴ്സണും ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീമതി ലതിക വിദ്യാധരനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, നമ്മുടെ യോഗ നടപടികൾ അവസാനിക്കുകയാണ്. നമ്മുടെ തിരമേൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റ് വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ശ്രീ M.M. നസീർ അടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ നമ്മുടെ ഈ വേദിയിലേക്ക് വരുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി അംഗങ്ങളെയെല്ലാം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പങ്കെടുത്തിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കെടുത്തവരെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള കൊല്ലം ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ശ്രീ എക്സ് ANSനെ ആദരവോടെ ക്ഷണിക്കുന്നു. ശ്രീമതി ഷമീന പറമ്പിൽ നിലമേൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വേദിയിലേക്ക് വരണം. മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ, ശ്രീ M.M. നസീർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, BJP ജില്ലാ പ്രസിഡന്റ് ശ്രീമതി രാജീവ് പ്രസാദ് ഉണ്ടായിരുന്നു. ഇവിടെ മാഡം ഉണ്ടെങ്കിൽ വേദിയിലേക്ക് വരിക. കൂടുതൽ സമയം ഈ മീറ്റിംഗിനില്ല. നമ്മുടെ പരിപാടി വളരെ ഗംഭീരമായി, എനിക്ക് തോന്നുന്നു സ്പോർട്സ് കൗൺസിലിന്റെ ബഹുമാന്യനായ പ്രസിഡന്റ് ഷറഫലി സാറും വൈസ് പ്രസിഡന്റ് ശ്രീ രഞ്ജിത്തും ഒക്കെ അതിനെക്കുറിച്ച് പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങള് വളരെ നല്ല പരിപാടിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അത് അവർ പറയും. ഇതിന്റെ യോഗത്തിന്റെ അധ്യക്ഷ ശ്രീമതി ലതിക വിദ്യാധരൻ, വേദിയിലുള്ള മെയ് 5 മുതൽ കാസർഗോഡ് നിന്ന് ആരംഭിച്ച ഈ ലഹരി വിരുദ്ധ സന്ദേശ യാത്രയെ മന്ത്രിക്കൊപ്പം ഒരു ടീമായി നയിച്ചുകൊണ്ടിരിക്കുന്ന
കേരളത്തിന്റെ അഭിമാനമായ ഇന്ത്യയുടെ ഒരു കാലത്തെ ആവേശമായിരുന്ന ഫുട്ബോൾ താരം കൂടിയായിട്ടുള്ള സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ശ്രീ യു ഷറഫ് അലി, വൈസ് പ്രസിഡന്റ് ശ്രീ MR രഞ്ജിത്ത്, ലോക ബോക്സിംഗ് ചാമ്പ്യൻ ശ്രീമതി KC ലേഖ, ശ്രീമതി രജു സുരേഷ്, ശ്രീ ഗോപൻ, CPIMന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ S സുദേവൻ, KPCCയുടെ സെക്രട്ടറി ശ്രീ MM നസീർ, കിംസാറ്റിന്റെ പ്രസിഡന്റും CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ശ്രീ S വിക്രമൻ, ശ്രീ TS പത്മകുമാർ, ശ്രീ ഹരി വി നായർ, ശ്രീ AM റാഫി, സ്പോർട്സ് കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ്, ഈ പരിപാടികൾക്കെല്ലാം നേതൃത്വപരമായി പങ്കുവഹിക്കുന്ന ഡോക്ടർ K രാമഭദ്രൻ വേദിയിലേക്ക് വന്നില്ല, ഉണ്ടോ? ശ്രീ PK ബാലചന്ദ്രൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം. നമ്മുടെ ഈ പരിപാടി നിലവിൽ വെച്ചാണ് എന്ന് തീരുമാനിച്ച സമയം മുതൽ ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഞങ്ങളോടൊപ്പം വളരെ ആത്മാർത്ഥമായി സഹകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരിയായ നിലവിൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ഷബീന പറമ്പിൽ, മറ്റ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഈ ചടമംഗലമായതുകൊണ്ട് എല്ലാവരുടെയും പേരെനിക്ക് അറിയത്തില്ല, എല്ലാ പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും നമ്മുടെ വിവിധ കായിക അസോസിയേഷനുകളുടെ ഭാരവാഹികളും അവർ പങ്കെടുപ്പിച്ച നൂറുകണക്കിന് വരുന്ന കായിക താരങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, കുടുംബശ്രീ പ്രവർത്തകർ, വിശിഷ്ട CDS ADS ചെയർപേഴ്സൺമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, തൊഴിലുറപ്പ് സഹോദരിമാർ, അംഗൻവാടി ആശാ പ്രവർത്തകർ, വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ മഹിളാ പ്രസ്ഥാനത്തിന്റെ അടക്കം നേതാക്കന്മാരും പ്രവർത്തകരും, SPC, NCC, NSS വോളണ്ടിയർമാർ, കായിക താരങ്ങളും കായിക പരിശീലകരും, ഇവിടെ ആദരവ് ഏറ്റുവാങ്ങാൻ എത്തിച്ചേർന്നിട്ടുള്ള 8 തവണ തുടർച്ചയായി ഏഷ്യൻ ഗെയിംസിൽ പങ്കെടുത്ത് സ്വർണം നേടിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ ശ്രീ K രഘുനാഥൻ, കുമാരി മിലാനോ MJ ബോക്സിംഗ് നാഷണൽ അത്ലറ്റാണ്. റഗ്ബി ദേശീയ മത്സരങ്ങളിൽ വിജയിച്ചവർ, കൊല്ലത്ത് നടന്ന ഫുട്ബോൾ കബഡി മത്സരങ്ങളിൽ വിജയികളായ ടീം അംഗങ്ങളും അതിന്റെ ക്യാപ്റ്റന്മാരും, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സ്വാഗത പ്രസംഗം ചുരുക്കിയാണ്. ഇവിടെ ഈ ചടയമംഗലത്തെയും പുല്ലൂരിലെയും, ചടയമംഗലമാണ് പ്രത്യേകമായിട്ട് പറയേണ്ടത്, എല്ലാ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും നല്ല പങ്കാളിത്തമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. വിവിധ വകുപ്പുകളുടെ, പോലീസും എക്സൈസും തദ്ദേശ സ്വയംഭരണ വകുപ്പും എല്ലാം നല്ലതുപോലെ ഇതുമായിട്ട് സഹകരിച്ചു. അവർക്കെല്ലാം ആദ്യമേ തന്നെ ഒരു നന്ദി കൂടി പ്രത്യേകമായി സ്പോർട്സ് കൗൺസിലിന്റെ പേരിൽ രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്ന ഞാൻ എല്ലാവരുടെയും പേരൊന്നും കൂടി ആവർത്തിക്കുന്നില്ല. എല്ലാവർക്കും സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഷറഫ് അലി സാർ ഉൾപ്പെടെ, നസീർ സഹോദരിപ്പുണ്ട്, TS പത്മകുമാർ, അവരുടെ പേര് പറഞ്ഞില്ലെന്ന്, എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. എന്റെ വാക്കുകൾ അവസാനിക്കുന്നു. അടുത്തത് ലഹരി വിരുദ്ധ പ്രതിജ്ഞയാണ്. പ്രതിജ്ഞ ചെല്ലുന്നതിന് വേണ്ടി ബഹുമാന്യയായിട്ടുള്ള ശ്രീമതി KC ലേഖയെ ക്ഷണിക്കുന്നു. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈ മുമ്പിലോട്ട് നീട്ടി വെച്ചിട്ട് പ്രതിജ്ഞ ചൊല്ലേണ്ടതാണെന്ന് അഭ്യർത്ഥിക്കുന്നു. ലഹരി വിരുദ്ധ പ്രതിജ്ഞ. എൻ്റെ കൂടെ പറയാം എല്ലാവരും ഉറക്കെ. മയക്കുമരുന്ന് എൻ്റെ ആരോഗ്യത്തെയും കുടുംബത്തെയും സമൂഹത്തെയും തകർക്കുന്ന
മാരക വിപത്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുകയോ സൂക്ഷിക്കുകയോ വിൽക്കുകയോ ഉപയോഗിക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഞാൻ വാക്കു നൽകുന്നു. കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് ശരീരത്തെയും മനസ്സിനെയും ആരോഗ്യത്തോടെ നിലനിർത്താൻ ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. സമഗ്ര കായികക്ഷമത എന്ന ലക്ഷ്യം മുൻനിർത്തി കായിക പ്രവർത്തനം ഒരു ജീവിത ശൈലിയാണ് എന്ന ആശയം ഞാൻ പൂർണ്ണമായും സ്വീകരിക്കും. വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലഹരി വസ്തുക്കളിൽ നിന്ന് അകറ്റി നിർത്താനും അവരെ കളിക്കളത്തിലേക്ക് എത്തിക്കാനും ആരോഗ്യമുള്ള ശരീരം, ആരോഗ്യമുള്ള മനസ്സ്, ആരോഗ്യമുള്ള സമൂഹം എന്നിവ ഉറപ്പാക്കാനും ഞാൻ ഉണർന്ന് പ്രവർത്തിക്കും. ലഹരി വിമുക്ത കേരളം സൃഷ്ടിക്കുക എന്നത് എൻ്റെ ജീവിത ദൗത്യമാണ്. നാടിനോടും ജനങ്ങളോടുമുള്ള ഈ കടമ ആത്മാർത്ഥമായി നിറവേറ്റുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. പ്രതിജ്ഞ പ്രതിജ്ഞ പ്രതിജ്ഞ. താങ്ക് യു. അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി CPM-ന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവനെ ക്ഷണിക്കുന്നു. കേരള സർക്കാർ മുൻകൈയെടുത്തുകൊണ്ട് കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം കേരളത്തിൽ എല്ലാ ജനവിഭാഗങ്ങളിലും എത്തിക്കാനുള്ള മഹത്തായ ഒരു ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് വളരെ വിജയകരമായി കൊല്ലം ജില്ലയിലെ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. സാധാരണ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ പങ്കെടുത്തിട്ടുള്ളവർക്കും ഈ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കാനും അല്ലാതെയും മനസ്സിലാക്കുന്നവർക്ക് ഈ ക്യാമ്പയിന്റെ സന്ദേശം ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്ന നിലയിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവരെയും നിറഞ്ഞ സന്തോഷത്തോടെ ഞാൻ ഒറ്റവാചകത്തിൽ അഭിനന്ദിക്കുന്നു. ലഹരി വിരുദ്ധ സന്ദേശം എന്ന് പറയുന്നത് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഉപദേശം കൊണ്ട് ഒരു ലഹരി വിരുദ്ധ കേരളത്തെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഓരോ വ്യക്തിയും കുടുംബവും രാസലഹരിക്ക് അടിപ്പെടില്ല എന്നും ആ തെറ്റായ പ്രവണതയെ എല്ലാ രൂപത്തിലും ദുർബലപ്പെടുത്താൻ പരിശ്രമിക്കുമെന്നും ഓരോ മനുഷ്യരും എടുക്കുന്ന നിലപാടിന്റെ അടിസ്ഥാനത്തിൽ ലഹരിയുടെ ഉറവിടം കണ്ടെത്താനും അത് തകർക്കാനും ഒരു കൂട്ടായ യജ്ഞം കേരളത്തിൽ അനിവാര്യമാണ്. ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ള പരിപാടികളുടെ സന്ദേശം നമ്മുടെ സമൂഹത്തിൽ കുടുംബങ്ങളിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ സന്ദേശം ഇനി ഉയർത്തിക്കൊണ്ട് വരിക മാത്രമല്ല, തെറ്റു ചെയ്യാത്ത മനുഷ്യരില്ല. ലെനിൻ പറഞ്ഞിട്ടുള്ളത് ഗർഭസ്ഥ ശിശുവും മരണപ്പെട്ട ശവശരീരവും മാത്രമാണ് തെറ്റ് ചെയ്യാതിരിക്കുന്നത്. തെറ്റായ രീതിയിലേക്ക് പോയ ആളുകളെ ഒരസുഖം വന്നാൽ ചികിത്സിച്ച് ഭേദമാക്കുന്നത് പോലെ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ആളുകളെ അതിൽ നിന്ന് കരകയറ്റാനുള്ള ബോധപൂർവമായ ഒരു യജ്ഞം കൂടി നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. ആ നിലയിൽ നടത്തിയിട്ടുള്ള അനുഭവങ്ങൾ കൂടി ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ടടക്കം
ഈ ലക്ഷ്യം കേരളത്തിൽ നേടിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഇനിയും ഉണ്ടാകും. ഈ സംരംഭത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായിട്ടുള്ള ശ്രീ MM നസീറിനെ ക്ഷണിക്കുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ കായിക വകുപ്പ് നേതൃത്വം കൊടുക്കുന്ന ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, വിവിധ ജനപ്രതിനിധികളായിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, ഉദ്യോഗസ്ഥരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള സുഹൃത്തുക്കൾ, ഈ സന്ദേശയാത്രയിൽ പങ്കെടുത്ത പ്രിയപ്പെട്ട കുടുംബശ്രീ, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന, സ്കൂൾ, സ്കൗട്ട്, NCC അടക്കമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സന്ദേശയാത്രയെ നെഞ്ചിലേറ്റിയ ബഹുജനങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാർ, നമ്മുടെ നാടിനെ വല്ലാതെ ബാധിച്ചിരിക്കുന്ന, നമ്മുടെ നാട്ടിലെ പുതിയ തലമുറയിൽ നാം ആരും അറിയാതെ കടന്നു വന്നിരിക്കുന്ന ലഹരി എന്ന വിപത്തിനെ തടയാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, അത് സർക്കാരുമായി ബന്ധപ്പെട്ടും അല്ലാതെയും എല്ലാ തലത്തിലും അതൊരു വലിയ പോരാട്ടമായി, ഒരു പടയോട്ടമായി നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തലമുറ, യുവതലമുറ എന്നത് എക്കാലത്തെയും ഭാവിയുടെ പ്രതീക്ഷകളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യ വിഭവശേഷിയെ കയറ്റിവിടുന്ന രാജ്യം ഇന്ത്യയാണ്. ആ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം. നമ്മൾ ഏത് രാജ്യത്ത് ചെന്നാലും അവിടെയെല്ലാം നമ്മുടെ യുവതലമുറയുടെ മിടുക്കന്മാരായ, ബുദ്ധിയും ശക്തിയും ശക്തമായ മാനേജ്മെന്റും എല്ലാം അവരുടെ തൊഴിൽ മേഖലകളിൽ പ്രകടിപ്പിച്ചുകൊണ്ട് കഴിവുറ്റവരാണെന്ന് മറ്റുള്ള രാജ്യങ്ങൾ പറയുന്ന ആളുകളായി പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വളരെ അഭിമാനമുണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ ഒക്കെ വല്ലാത്ത നിലയിൽ നമുക്ക് എവിടുന്ന് വരുന്നു എന്ന് പലപ്പോഴും കണ്ടെത്താൻ പോലും കഴിയാത്ത നിലയിലേക്കുള്ള ലഹരി കടന്നു വന്നിരിക്കുകയാണ്. അത് കഠിനമായ നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ തലച്ചോറിനെ, നമ്മുടെ ശരീരത്തെ, എല്ലാ അവയവങ്ങളെയും സ്തംഭിപ്പിക്കുന്ന നിലയിലേക്കുള്ള രാസലഹരികൾ, MDMA അടക്കമുള്ള ലഹരികൾ വരുമ്പോൾ സമൂഹത്തിനെ ആകമാനം ഇളക്കി മറിച്ചുകൊണ്ട് ആ തിന്മയെക്കുറിച്ച്, അത് വരുത്തുന്ന വിപത്തിനെ കുറിച്ച് നാടിനാകെ ഉണ്ടാക്കുന്ന ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണ് ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഈ സ്പോർട്സ് വകുപ്പ് ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചത്. കേരളം മൊത്തത്തിൽ ഇത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയേറെ നല്ലൊരു പരിപാടിയായിരുന്നു. ആ പരിപാടിയിൽ എന്നെ കൂടി പങ്കെടുപ്പിക്കുകയും കോൺഗ്രസിന്റെ പ്രതിനിധി എന്ന നിലയിൽ എന്നെ കൂടി പങ്കെടുപ്പിച്ച ഇതിന്റെ സംഘാടകരോടുള്ള പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരുമയോടെ, കൂട്ടായ്മയോടെ മുന്നോട്ട് പോകാം. മോഹൻലാല് പറഞ്ഞതുപോലെ ഡ്രഗ്സ് ഈസ് എ നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറഞ്ഞ ആ പദം നമ്മുടെ നെഞ്ചിൽ എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. പൂർണ്ണമാകുന്നു. ഇവർക്കും നന്ദി, നമസ്കാരം. സമ്മാനദാനമാണ്. സമ്മാനദാനം നിർവഹിക്കുന്നതിന് വേണ്ടി